ഇക്ക പറഞ്ഞല്ലോ ഇപ്പം മാപ്പിളപ്പാട്ട് അധികം അറിയില്ല എന്ന്, എന്നിട്ടാണ് റിയാലിറ്റി ഷോയിലേക്ക് പോയതെന്ന്. അപ്പൊ ആ റിയാലിറ്റി ഷോയിലേക്ക് പോവാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അത് കൈരളി, നമ്മൾ കൈരളി ചാനലിൻ്റെ പേര് പറഞ്ഞില്ല. കൈരളി ചാനലിലാണ് ആ മാപ്പിളപ്പാട്ടിൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ വരുന്നത്. അത് കേരളത്തിലെ ഒരു 18 പ്രൊഫഷണൽ സിംഗേഴ്സിനെ വെച്ചിട്ടായിരുന്നു അത് പ്ലാൻ ചെയ്തത്. അതൊരിക്കലും ഒരു മത്സരത്തിൻ്റെ ഒരു രീതിയിലായിരുന്നില്ല. അത് ശരി. ആ ആ ആ സമയത്ത് മത്സരത്തിൻ്റെ ഇതിൽ ഒരു സൗഹൃദ കൂട്ടായ്മ. ഒരു സൗഹൃദ സംഗീത പ്രദർശനം പോലെ അങ്ങനെയായിരുന്നു. പിന്നീട് അതിൻ്റെ സ്വഭാവത്തിൽ അത് മത്സരമാണെന്ന് അറിഞ്ഞപ്പോൾ അന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പാട്ടുകാരായിരുന്നു ഗാനമേള പാട്ടുകാർ. മിക്കവരും അതിൽ നിന്ന് മാറി എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് ഇപ്പം ഈ ഒരു മത്സരത്തിൽ തോറ്റു പോകുന്നുള്ളൊരു ടെൻഷൻ ഉള്ളത് കൊണ്ടും ഒക്കെ പലരും മാറി. അത് ശരി. ആ ആ അപ്പോൾ നമ്മളന്ന് ആരും തിരിച്ചറിയാത്തൊരു സമയമാണ്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് മുൻപിൻ നോക്കാനില്ലാത്തത് കൊണ്ട് അതിലങ്ങ് നിന്നു എന്നുള്ളതാണ്. ഇനി പിന്നെ മത്സരങ്ങളുടെ ഒരു സമയം, അതായത് റിയാലിറ്റി ഷോയുടെ ഒരു മത്സരത്തിന്റെ ഏതാണ്ട് അവസാന പാദം വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ടി വിയിൽ ഒരു മത്സരം, ഒരു റിയാലിറ്റി ഷോയുടെ മത്സരം കണ്ട് അവസാനത്തെ സമയത്തൊക്കെ ആയപ്പോഴാണ് പട്ടുറുമാല് വരുന്നത്. അതിൻ്റെ അകത്തൊരു പുതുമുള്ളത് കൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടംപോലെ പിന്നെ അങ്ങോട്ട് കോമ്പറ്റീഷന്റെ ഒരു കാലഘട്ടം തന്നെയാണല്ലോ.